അസ്സലാമലൈക്കും ഗായ്സ്. ഇന്ന് എൻ്റെ ഫാത്തിമ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുത്തതാണ് ഞാനും ഫിലിമോനും ഫൈക്കമോളും കൂടി. രാത്രി 12 മണിയായ സമയത്ത് നമ്മൾ കുറച്ച് ബലൂണുകളും ഒരു കേക്കും കണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ സർപ്രൈസ് ആക്കി. ഏകദേശം ഒരു 10 മണിയാകുമ്പോഴേക്കും അവർ ഇന്നലെ കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയം നല്ല ഉറക്കത്തിലായിരുന്നു. എഴുന്നേക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി. ഇന്നലെ അവളെ എടുത്ത് ചെന്ന് ഫിലിമോനും ഫൈക്കയും കുറേ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾ അറിഞ്ഞതേ ഇല്ല, നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ ഞെട്ടി ഉയർന്ന ഒരു എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. അവൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 1 വീക്ക് മുമ്പെല്ലാം അവൾ ഭയങ്കര പ്ലാനിങ് ചെയ്തിരുന്നു. എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ചെയ്യണം, എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയെല്ലാം ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷെ ഇത് വളരെ സന്തോഷമായി, അവൾക്ക് ഭയങ്കര ഹാപ്പി. ബലൂണാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. ആ ബലൂണും രാത്രിയിൽ ആ കേക്കും കണ്ട സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു എൻ്റെ മോൾക്ക്. അങ്ങനെ അവൾ കേക്ക് മുറിച്ചു. ഞങ്ങൾ ആ കേക്ക് രാത്രിയാണ് മേടിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ അവൾ കാണാതെ വെച്ചു. കാരണം 24 മണിക്കൂർ അവൾ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്ന ആളാണ്. അപ്പോൾ അവൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സർപ്രൈസ് പോകുന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു. എങ്ങനെയോ ഫ്രിഡ്ജിൽ അവൾ കാണാത്തൊരു സ്പേസിലേക്ക് അത് മാറ്റി വെച്ച് 12 മണിക്ക് അവളെ വിളിച്ചുണർത്തിയിട്ട് കേക്ക് മുറിക്കുന്ന ഒരു സീനാണിത്. എന്നാൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോഴേക്കും അവളുടെ ഉപ്പ വിളിച്ച് അവളെ വിഷ് ചെയ്തു. അവളെ സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി. നമ്മളൊന്നും സർപ്രൈസ് കൊടുത്തത് അവൾക്ക് വലിയ കാര്യമില്ല. പക്ഷെ അവൾ ഉപ്പ ആ ഒരു സമയത്ത് വിളിച്ച് വിഷ് ചെയ്യുന്നതും അത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അതെന്താ പെൺകുട്ടികൾക്ക് ഉപ്പമാരോട് ഭയങ്കര ഇഷ്ടം? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നത്, അവളുടെ ബർത്ത്ഡേയുടെ. ശരിക്കും എൻ്റെ മോളുടെ ബർത്ത്ഡേ എല്ലാ തവണയും നോമ്പിനാണ് ഉണ്ടാവാറ്. അപ്പോൾ നോമ്പിന് നമ്മൾ കേക്ക് മുറിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് അത് അവളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാറാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ അവൾക്ക് അതിൽ നല്ല ദേഷ്യമുണ്ട്. പക്ഷെ ഇന്ന് അവൾ ഹാപ്പി ആയിട്ടുണ്ട്. ബർത്ത്ഡേ കഴിക്കുന്നത് അവളുടെ ഉപ്പയ്ക്ക് വലിയ തോതിൽ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ മക്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെറുതായിട്ടെല്ലാം സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളൊരു അഭിപ്രായമാണ്. മക്കളുടെ ഇതുപോലുള്ള സന്തോഷമല്ലേ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റുകൾ ഒന്ന് രേഖപ്പെടുത്തണേ. താങ്ക് യു ഫോർ വാച്ചിങ്.